ഹലോ കൂട്ടുകാരെ, നാളത്തെ മഴതോരും മുൻപേയുടെ എപ്പിസോഡിൽ കൊല്ലപ്പള്ളി വീട്ടിലെല്ലാവരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ബാലചന്ദ്രൻ അലീന പ്രശ്നം അവിടെ വരികയാണ്. അപ്പോഴാണ് രഞ്ജിനി ആ ബോംബ് പൊട്ടിക്കുന്നത്. അത് ചെറിയൊരു ബോംബൊന്നുമല്ല, ഒരു അണുബോംബ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ബാലചന്ദ്രൻ അങ്കിൾ കള്ളം പറഞ്ഞതാണ് അലീന ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളാണെന്ന്. അപ്പോൾ കമല ചോദിക്കും, അല്ലേ അതങ്ങനെയല്ലേ? അല്ലെന്നേ, അതങ്ങനെയല്ല എന്ന്. അപ്പോൾ വൈജ ആകെ ഷോക്കാവും. കാരണം വൈജയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണല്ലോ മകളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കമല രഞ്ജിനിയോട് ചോദിക്കും, അല്ല, ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിൽ ബാലചന്ദ്രനുണ്ടായ മകളാണെന്നല്ലേ പറഞ്ഞത്? അല്ലെന്നേ, അത് അങ്ങനെയൊന്നും അല്ലാന്ന് രഞ്ജിനി ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ പിന്നെ കമലയ്ക്കും വൈജയ്ക്കും ആകെ സംശയമായി. കമലയും വൈജയും ശിവനോട് ചോദിക്കുമ്പോൾ ശിവൻ അവിടെ കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പോൾ വൈജ പറയും, എനിക്കല്ലെങ്കിൽ സംശയമുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ കാര്യത്തിൽ, അത് ബാലചന്ദ്രൻ്റെ മകളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു. മനു, നീയും സപ്പോർട്ട് ചെയ്തു. നിന്നെയും അവൾ പറഞ്ഞ് പറ്റിച്ചില്ലേ, അവൾ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വൈജ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൗനം വിദ്വാനഭൂഷണം എന്ന രീതിയിൽ മനുവും ശിവേട്ടനും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും മറുപടി പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് കമല നിൽക്കുന്നുണ്ട്. കമല ശിവേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അല്ല ശിവേട്ട, ഇന്ന് രഞ്ജിനി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ ശിവേട്ടൻ ഒന്ന് ഉരുണ്ടതിന് ശേഷം പറയും, എനിക്കറിയാമായിരുന്നു, ആ ചെയ്യുന്നതിലൊരു നന്മയുടെ കണികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും മനുവും അതിന് സപ്പോർട്ട് ചെയ്തു. അതിലെന്താ കമലെ തെറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ കമല പറയും, അപ്പം നിങ്ങൾക്ക് മാത്രമല്ല മനുവിന് ഇതൊക്കെ അറിയാമായിരുന്നല്ലേ? നിങ്ങളെല്ലാം കഞ്ഞി വെച്ച കള്ളന്മാരാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാം നിങ്ങളിതെല്ലാം പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞ് കമല പ്രശ്നം ഉണ്ടാക്കുകയാണ്. പിന്നെ കമലയ്ക്ക് എന്ത് കിട്ടിയാലും വൈജയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണല്ലോ അവരുടെ ചിന്ത. അപ്പോൾ വൈജയെക്കുറിച്ചിട്ടും കുറേ കുറ്റങ്ങളൊക്കെ കമല പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ ഇനി ന്യായീകരിക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് ശിവേട്ടനെ വാൺ ചെയ്തിട്ടാണ് കമല വിടുന്നത്. പിന്നെ നമ്മുടെ ഗ്രേസി ആൻറ്റിയുടെ വീട്ടിൽ രേവതിയും നമ്മുടെ രോഹിത് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഞാൻ വിചാരിച്ചത് വീരൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നാണ്, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അത്ര പ്രശ്നക്കാരനൊന്നും അല്ല എന്ന്. അപ്പോൾ നമ്മുടെ രോഹിത് ചോദിക്കും, ഇപ്പോഴാണോ മനസ്സിലായത് ഞാൻ പ്രശ്നക്കാരനല്ല എന്ന്? അപ്പം ഞാൻ കൂട്ടുകൂടാൻ പറ്റിയ ആളാണെന്നാണോ രേവതി പറയുന്നത് എന്ന് ചോദിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. അവളുടെ സ്വഭാവം പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. കൂട്ടത്തിൽ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി, അതായത് ലാൽച്ചൻ എന്ന സ്റ്റാൻലിയെ അന്വേഷിച്ചിട്ട് കുളത്തുപുഴ എത്തുന്നുണ്ട്. അതൊക്കെ വരും എപ്പിസോഡിൽ കാണാം. കൂടുതൽ നേരത്തെ മഴത്തോരു മുൻപേടെ കഥയും പ്രമോ ഡീറ്റെയിൽസും അറിയാം. നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.